ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച്. വിശ്വാസങ്ങളെ മാറ്റാം, സമ്പത്തിനെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം. നിങ്ങളെ പരിമിതപ്പെടുത്താൻ നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒരിക്കലും അനുവദിക്കരുത്. ടോണി റോബിൻസ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിവ. എന്താണ് ഈ വിശ്വാസം? എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ് വിശ്വാസം. എൻ്റെ പ്രിയ സുഹൃത്തിന് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാം. ഒരാളെ വിജയിപ്പിക്കാൻ ആ ശക്തി എത്രത്തോളം സഹായിക്കുമെന്നും അറിയാം. എന്നാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ശക്തി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? സംശയിക്കേണ്ട, അതും വിശ്വാസം തന്നെ. നിങ്ങളുടെ ഉള്ളിലെ ഉറച്ച വിശ്വാസങ്ങൾക്ക് നിങ്ങളെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതേ വിശ്വാസങ്ങൾക്ക് തന്നെ നിങ്ങളെ എന്നെന്നും ഇരുട്ടറയിൽ ബന്ധിച്ചിടാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വേണം സാമ്പത്തിക വിജയത്തിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടാൻ. പഴയ വിശ്വാസങ്ങളെ തുടച്ചു മാറ്റി ആ സ്ഥാനത്ത് നമ്മെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന പുതിയ വിശ്വാസങ്ങളിൽ എങ്ങനെ എത്താമെന്നുള്ളത് നമുക്ക് നോക്കാം. സാമ്പത്തിക വിജയത്തിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടേണ്ടത് വളരെ ആവശ്യകതയേറിയ കാര്യമാണല്ലേ. സമൃദ്ധിയിലേക്ക് നയിക്കുന്ന പുതിയ വിശ്വാസങ്ങളിലേക്ക് എങ്ങനെ എത്താമെന്നാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല എങ്ങനെ പൊട്ടിച്ചെറിയാം? നമ്മുടെ ഉള്ളിലുള്ള പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് പുതിയ സാധ്യതകളിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കാം. പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ തിരിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മെ പിന്നോട്ട് വലിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്ന് മോചനം വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അത്തരം ചിന്തകളെ, അത്തരം വിശ്വാസങ്ങളെ തിരിച്ചറിയുകയാണ് ആദ്യമായി വേണ്ടത്. വിശ്വാസങ്ങൾ എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വേരൂന്നാൻ തുടങ്ങുന്നത്? അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തുടങ്ങുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. ജനിച്ച് കുട്ടിക്കാലവും കൗമാരവും കടന്ന് നാം ഒരു പൂർണ്ണ വ്യക്തിയായി മാറുമ്പോൾ നാം വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങളും സോഷ്യൽ കണ്ടീഷനിങ്ങും ഒക്കെ ചേർന്ന് നമ്മുടെ ഉള്ളിൽ ചില വിശ്വാസങ്ങളും വേരൂന്നിയിട്ടുണ്ടാകും. അതിൽ പണത്തെക്കുറിച്ചുള്ള നിരവധി നെഗറ്റീവ് ധാരണകളും ഉണ്ടാകാം. അവയെ തിരിച്ചറിയുന്നതിലൂടെ അത്തരം വിശ്വാസങ്ങളെ ബോധപൂർവം മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ നമുക്ക് കഴിയും. പണത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ ഓരോന്നായി നോട്ട്ബുക്കിൽ എഴുതുക. ഇനി ചെയ്യേണ്ടത് പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക എന്നതാണ്. നമ്മെ പിന്നോട്ട് വലിക്കുന്ന വിശ്വാസങ്ങളെയും ചിന്തകളെയും നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവയുടെ യുക്തിയെ വെല്ലുവിളിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ഈ വിശ്വാസങ്ങളുടെ പിന്നിൽ യാതൊരു അടിസ്ഥാനവും ഉണ്ടാകില്ല. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ള പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ ഓരോന്നായി എടുത്ത് അവയുടെ യുക്തിയെ ചോദ്യം ചെയ്യുക. എൻ്റെ വിശ്വാസം തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണോ? അതോ ഒരു തെറ്റിദ്ധാരണയാണോ? ആരെങ്കിലും ഈ വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വിശ്വാസത്തിന് അതൊരു അടിസ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവയെ മാറ്റി ആ സ്ഥാനത്ത് പുതിയ വിശ്വാസങ്ങൾ സൃഷ്ടിക്കുക. ഉദാഹരണത്തിന്, ഈ പ്രപഞ്ചത്തിലെ സമൃദ്ധമായ സമ്പത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ സമ്പത്തിന് അർഹനാണ്. പണം കൊണ്ട് ഈ ലോകത്ത് ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്യാൻ കഴിയും. ഈ വിശ്വാസം ഉള്ളിൽ കൊണ്ടുവരിക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സമൃദ്ധിയുടേതായ ഒരു മനോഭാവം സൃഷ്ടിക്കുക എന്നതാണ്. സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് സമൃദ്ധിയുടെ മനോഭാവം. എന്നാൽ സമ്പത്തുള്ളവർക്കെല്ലാം ഈ മാനസികാവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സമ്പത്തുണ്ടായിട്ടും അത് ആസ്വദിക്കാൻ കഴിയാതെ ദാരിദ്ര്യത്തിൻ്റെ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും. സമൃദ്ധിയുടെ മനോഭാവം സൃഷ്ടിക്കുന്നത് വഴി നമുക്ക് ചുറ്റുമുള്ള അനന്തമായ സാധ്യതകളിലേക്കും അവസരങ്ങളിലേക്കും നമ്മുടെ മനസ്സ് തുറക്കപ്പെടുകയാണ് വേണ്ടത്. എങ്ങനെയാണ് അത്തരത്തിൽ സമൃദ്ധിയുടെ മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക. ഇനി മുതൽ
നിങ്ങളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും സമൃദ്ധിയിലേക്കായിരിക്കട്ടെ. ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ചിന്തകളെ സമൃദ്ധിയുടെ ചിന്തകൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അവ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞതായി വിശ്വസിച്ച് ആ അനുഭവത്തിലായിരിക്കുകയും ചെയ്യുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവ് ആളുകളെയും സാഹചര്യങ്ങളെയും കൊണ്ട് നിറയ്ക്കുക എന്നതാണ്. സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ വിശ്വാസങ്ങളെയും മാനസികാവസ്ഥയെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് മനോഭാവമുള്ളവരെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര കൂടുതൽ അനായാസകരമാവും. അതുപോലെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന വിദഗ്ധരായ മെൻറ്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ വിശ്വാസങ്ങൾ കൂടുതൽ ശക്തിപ്പെടാനും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പ്രചോദനം പകരാനും ഇത്തരം സാഹചര്യങ്ങൾ സഹായിക്കും. അടുത്തത് ഇൻസ്പയർഡ് ആക്ഷൻ. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ചില പുതിയ വിശ്വാസങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അടുത്തതായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദിതമായ ആക്ഷനുകളാണ്. അതെടുക്കേണ്ട സമയമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങളെയും വിജയങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ വിജയങ്ങൾ സൃഷ്ടിക്കാനായി തയ്യാറെടുക്കണം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ റിസ്കുകൾ എടുക്കുക. നിങ്ങളുടെ വലിയ ഗോളിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി വിഭജിച്ച് അവയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. ചെറിയ ചെറിയ ഗോളുകളിലൂടെ ഒടുവിൽ നിങ്ങൾ ആ വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഇനി നിങ്ങൾ മാറ്റേണ്ട ചില വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. 1. ആഗ്രഹിക്കുന്ന പണം കിട്ടിയിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ. ഈ ഒരു ചിന്ത പാടെ ഒഴിവാക്കുക. 2. ഞാൻ കൂടുതൽ അധ്വാനിച്ചാൽ എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാം. 3. സമ്പാദിക്കാനുള്ള വരുമാനം എനിക്ക് ലഭിക്കുന്നില്ല. 4. ഇത്രയും പണം നേടാൻ എനിക്ക് അർഹതയില്ല. 5. പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുക. ലക്ഷ്യം നേടിയിട്ട് സന്തോഷിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണമെന്നില്ല. പകരം ലക്ഷ്യത്തിലേക്കുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുക. യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കും എത്തിക്കുന്നത്. ഈ വിശ്വാസം ശരിയായിരുന്നെങ്കിൽ കഠിനമായ ജോലി ചെയ്യുന്നവർ കോടീശ്വരന്മാരായി മാറിയേനല്ലേ. അതുകൊണ്ട് തന്നെ ശാരീരികമായ അധ്വാനത്തേക്കാൾ വളരെ പ്രധാനമാണ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം. നെഗറ്റീവ് മനോഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് സമൃദ്ധിയുടേതായ അവസ്ഥയിൽ ജീവിക്കുക എന്നതാണ് പണത്തെ ആകർഷിക്കാനുള്ള പ്രാഥമികമായ നടപടി. വെൽത്ത് ഗോളുകൾ സെറ്റ് ചെയ്ത് സ്വയം ഇൻസ്പയർഡ് ആക്ഷനുകൾ എടുക്കുകയാണ് വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി. ഈ സമ്പാദിക്കാനുള്ള വരുമാനം എനിക്കില്ല എന്ന് പലരും പറയാറുണ്ടല്ലേ. വലിയ വരുമാനമുള്ളവർക്ക് പോലും നാളത്തേക്ക് വേണ്ടി പണം കരുതി വയ്ക്കാൻ കഴിയില്ല. അതിന് വേണ്ടത് കൂടുതൽ പണമല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കമാണ്. കൂടുതൽ വരുമാനം കിട്ടിയിട്ട് ഭാവിയിലേക്ക് നിക്ഷേപിക്കാം എന്നാണ് ചിന്തയെങ്കിൽ അത് മാറ്റുക. ഇത്രയും പണം നേടാൻ എനിക്ക് അർഹതയില്ല. വലിയ വെൽത്ത് ഗോളുകളൊക്കെ സെറ്റ് ചെയ്യും. ഉള്ളിൽ ഇത് നേടാനുള്ള അർഹത എനിക്കുണ്ടോ എന്ന് സംശയിച്ചാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇത്തരക്കാർ സമ്പത്തിൽ നിന്നും സമൃദ്ധിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവരാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഗോളിൽ ഉറച്ചു വിശ്വസിക്കുക. പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ലോകത്തിലെ 99% പേരും ഇങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, അതായത് ചിന്തിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ടുകളല്ല, പകരം അതൊരു ഊർജമാണ് എന്നതാണ്. നമ്മുടെ ഉള്ളിലെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ മാത്രമാണ് സമ്പത്ത്. സമ്പത്ത് നമ്മിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ വിശ്വാസങ്ങളാണ്. ഇത്തരത്തിൽ പണത്തെക്കുറിച്ചുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇവയെ മറികടക്കാനുള്ള വഴി എന്താണ്, പണമെന്നും എങ്ങനെയാണ് പണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കേണ്ടതെന്നും മനസ്സിലാക്കുക തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.